ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചു. റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയത്. കണ്ണനായരുടെ വിവരങ്ങളുമായി അവിടെ നിന്നും കണ്ണനായർ, ഗുഡ് മോർണിംഗ്. റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണല്ലോ. ഈ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ? തുടർ നടപടികൾ എന്തായിരിക്കും? എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത് പത്മകുമാറിനെ? മോത്തി, അല്പസമയം മുമ്പാണ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഹാജരാക്കിയത്. ഇന്നലെ കോടതിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇന്നലെ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഹൈക്കോടതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആണ് ഇപ്പോൾ പത്മകുമാറിനെ ഹാജരാക്കിയിരിക്കുന്നത്. റിമാൻഡ് കാലാവധി നീട്ടണം എന്നുള്ള കാര്യമായിരിക്കും SIT സംഘം കോടതിയിൽ ആവശ്യപ്പെടുക. റിമാൻഡ് കാലാവധി നീട്ടാൻ തന്നെയായിരിക്കും സാധ്യത. കാര്യം പത്മകുമാറിന്റെ ജാമ്യ ഹർജി 8-ാം തീയതിയാണ് ഈ കോടതി പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിമാൻഡ് കാലാവധി നീട്ടാനാണ് നിലവിൽ സാധ്യതയുള്ളത്. മുതിർന്ന അഭിഭാഷകരടക്കമുള്ള ആൾക്കാരാണ് പത്മകുമാറിന് വേണ്ടി ഹാജരാകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികൾ ആരംഭിക്കും.